ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വാതിലൊക്കെ പൂട്ടി എങ്ങോട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാറൂസിൻ്റെ തല മുട്ടയടിക്കാൻ വേണ്ടി പഴനിക്ക് പോണ പോകേണ്ടത് അതുകൊണ്ട് കുപ്പി പാട്ടൊക്കെ എടുത്ത് റെഡിയാക്കണത്. അപ്പോൾ സ്റ്റേ ഒന്നുമില്ല, നമ്മൾ പോയിട്ട് വരാമെന്നുള്ള ഇതിലാണ്. അപ്പോൾ നമ്മൾ 10 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയായിരുന്നു കേട്ടോ. നമ്മൾ വൈകുന്നേരം മല കയറാമെന്നുള്ള ഇതിലാണ് പോണത്. പുലർച്ചെ പിള്ളേരെയും കൊണ്ടൊക്കെ മല കയറി ഭയങ്കര ചൂടും തിരക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര അവശതയായിരിക്കും. പാറൂസ് സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ പാറൂസൊക്കെ വണ്ടിയിൽ ഇരിപ്പുണ്ട്. അവൾ പാട്ട് കേട്ടിട്ട് കൈയൊക്കെ ഇട്ട് ഇങ്ങനെ ഡാൻസ് പോലെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കുന്നതാണ്. വിഷ്ണുവേട്ടൻ്റെ ഇവിടെ പറയില്ല, അച്ഛനും അമ്മയും എൻ്റെ അമ്മയുണ്ട് കേട്ടോ, ആളും അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോണത്. അപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ, തൃശ്ശൂരായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പഴനിക്ക് പോകുന്നത് ഹൈവേ റൂട്ടിൽ കൂടെ ആയിട്ട് പോകണം. പണ്ടൊക്കെ ഞാൻ പഴനിക്ക് പോകുമ്പോൾ എന്താ പറയുക, നല്ല രസമായിരുന്നു കേട്ടോ. ആ തമിഴ്നാട് തമിഴ്നാടിൻ്റെതായ ഒരു ഭംഗി, രണ്ട് സൈഡിൽ പുളിമരങ്ങളും അപ്പുറപ്പുറം മാവൊക്കെ ആയിട്ട് പഴനിക്ക് പോണ റോഡൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ ഇപ്പം എന്താ പറയുക, ഹൈവേ ആയിട്ടൊരു എന്താ പറയുക, ഒരു ഫീൽ അങ്ങോട്ട് കിട്ടണില്ല. അപ്പോൾ കുതിരാനൊക്കെ കയറി നമ്മൾ നേരെ പോകണം. പിന്നെ പാലക്കാട് എന്തോ ആണെന്ന് തോന്നുന്നു. മലകളും കുന്നൊക്കെ കാണാൻ പറ്റി. പക്ഷേ എന്താ പറയുക, പാറൂസ് അപ്പതേ എൻ്റെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അച്ചമ്മയുടെ പുറകിലിട്ട് പോയിരിപ്പുണ്ട്. അച്ചമ്മയുടെ മടിയിൽ കടല എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പൂരിയും കടലയും കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ കടല കണ്ടപ്പോൾ അത് കഴിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പാത്രം ഇരിപ്പുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അവൾക്ക് കടല വേണം. അങ്ങനെ എൻ്റെ പുറകിൽ പോയിരിക്കണത്. അവർ പാത്രം മാറ്റി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പാറൂസ് ഉറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തമിഴ്നാട് എവിടെയോ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ വിശക്കാൻ തുടങ്ങിയിട്ട് ഗൈസ്. കാരണം 10 മണി 10:30 ഇറങ്ങിയതുകൊണ്ട് 11 മണി 11:30 ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ആരും ഫുഡ് കഴിക്കണ കാണില്ല. മോരുകറിയും ചോറും പപ്പടവും ഒക്കെ കഴിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് വാഴലേക്ക് എടുക്കണുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ പുറത്ത് എവിടെയെങ്കിലും കണ്ടത്. ഇതാണ് തമിഴ്നാട് പോകുമ്പോഴൊരു കാഴ്ച. രണ്ട് സൈഡും തേങ്ങയൊക്കെ ആയിട്ട് മൊത്തം ഹൈവേ. അപ്പം ഞങ്ങളൊരു ഹോട്ടലിൽ എത്തിയപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ. അതായത് അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. പിന്നെ പറയാലോ തമിഴ്നാട്ടിലെ ചോറൊക്കെ എങ്ങനെയാണെന്ന്. ചോറ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുമണി അരിയായിരുന്നു. നമുക്ക് വായിൽ പിടിക്കൂല കേട്ടോ. എനിക്ക് അത്ര വലിയ പിടിച്ചില്ല. എന്നാലും കഴിച്ചു, കുഴപ്പമുണ്ടായിരുന്നില്ല. സാമ്പാറൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു പരിപ്പ് കറി പോലത്തെ കറി ഉണ്ടായിരുന്നു. പിന്നെ പാറൂസിന് കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങാമെന്ന് ചോദിച്ചിട്ട് അവിടെ അത് കട കയറി ബിസ്ക്കറ്റും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോണ റൂട്ട് ഇതാണ്ട് പഴനിക്ക്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ പഴനി എത്തിയിട്ടു. പണ്ട് കല്യാണം കഴിഞ്ഞിടക്കാണ് പഴനിയിൽ പോയത്. പക്ഷേ ആ പോയ റൂട്ടും ഈ പോകുന്ന റൂട്ടൊക്കെ വ്യത്യാസം കിട്ടും. മൊത്തം ഹൈവേ കൂടെ ഒരു നമുക്ക് വന്ന റൂട്ട് എന്ന് വെച്ചൊരു ഭംഗി ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ പഴനിയിൽ വരുമ്പോൾ നല്ല രസമായിരുന്നു. മലയും കാടും കുന്നും ഒക്കെ കാണാൻ പറ്റി. ഇപ്പോൾ ഹൈവേ വെട്ടിത്തെളിച്ചാർന്നുള്ള ആ ഒരു പഴയ ഭംഗിയൊക്കെ പോയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് പാറൂസിൻ്റെ മുടി വെട്ടാനുള്ള സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ദേവസ്വത്തിൻ്റെ ഇതിലാണ് നമ്മൾ മുട്ടയടിക്കാൻ പോണത്. അങ്ങനെ അവിടെ എത്തി. അപ്പോൾ പാറൂനും അച്ഛനും മുട്ടയടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങ് അറ്റത്തൊരു സൈഡിലോട്ടാണ് പോയത്. പാറൂസ് ഒട്ടും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മുടി വെട്ടാനായിട്ട്. ഭയങ്കരമായിട്ട് വിഷ്ണുവേട്ടൻ്റെ മടിയിലാണ് ഇരുത്തിയത്. ഭയങ്കരമായിട്ട് ഞാനും വിഷ്ണുവേട്ടനും കൂടി കൈയും കാലും തലയൊക്കെ പിടിച്ചിട്ടാണ് മുടി മുട്ടയടിച്ചത്. അങ്ങനെ മുട്ടയടിക്കുക കഴിഞ്ഞ് പിന്നെ പാറൂസിന് വന്ന് മേല് കുളിപ്പിച്ചായിരുന്നു കേട്ടോ. അവിടെ സൈഡിൽ തന്നെ കുളിപ്പിക്കുന്ന സ്ഥലമുണ്ട്. എന്നിട്ട് ഇതേ മഞ്ഞൾ നമ്മുടെ കളപ്പവും ചന്ദനമൊക്കെ തേക്കാൻ പറ്റും. അപ്പോൾ അവളാണെങ്കിൽ എൻ്റെ മേത്തൊട്ട് ചായ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ പറയുക, അത്യാവശ്യം ഇങ്ങനെ അകറ്റി പിടിച്ചാക്കിയുണ്ടോ ഡ്രസ്സിലായ പോകില്ല എന്നേ തോന്നിയിട്ട്. കാരണം മഞ്ഞൾ പറഞ്ഞ് പോകുമെന്ന് പറഞ്ഞു. എന്നാലും എന്താ പറയുക, അവളാണെങ്കിൽ എൻ്റെ മേത്തോട്ട് ഇങ്ങനെ ചാരം നോക്കിയാണ്. ഞാനിപ്പോൾ സമ്മതിക്കണില്ല ഗൈസ്, എൻ്റെ ഉടുപ്പ് ചീത്തയായാലോ എന്ന് വിചാരിച്ചിട്ട് കളർ ആയിക്കഴിഞ്ഞാൽ. അങ്ങനെ അച്ഛൻ്റെ തലയിൽ തേച്ച് കൊടുത്തിട്ട് നമ്മളതൊക്കെ കഴിഞ്ഞപ്പോൾ 2 മുട്ടയുണ്ടോ അയക്കണത്, 2 മുട്ടകൾ. അങ്ങനെ നമ്മൾ നേരെ റോപ്പിലൊന്നും കയറുന്നില്ല കേട്ടോ. നടന്ന് കയറാൻ വേണ്ടി ഇപ്പോൾ പുതിയ പാറൂസിൻ്റെ ലുക്ക് നോക്കി മുട്ട വെച്ചിട്ടും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സുന്ദരി തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ പാറൂസ്. ആൾ കരഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ പഴനി അമ്പലത്തിൻ്റെ നടയിലോട്ട് പോയിക്കൊണ്ട് ഇപ്പോൾ ഫോൺ അവിടെ അലോഡ് അല്ല എന്ന് പറയണം. എൻ്റെ നിന്നാണെങ്കിൽ പാറയെങ്ങും മോളിൽ അവരുടെ വിഷ്ണുവേട്ടൻ്റെ ആയാലും അമ്മയുടെ അച്ഛൻ്റെ ആയാലും ആളുടെ ഒരു മോനുണ്ടായിരുന്നു. ഞാൻ തന്നെ എടുക്കണം. അങ്ങനെ നമ്മൾ പഴനി അമ്പലത്തിന് മുൻവശത്തെത്തി. അപ്പോൾ അമ്മയ്ക്ക് കാവടി എടുക്കണം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അല്ലൂനെയും കൊണ്ട് അവർ വന്നപ്പോൾ നമുക്ക് കാവടി എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അമ്മ ഈ പ്രാവശ്യം ഞങ്ങൾ പോകുന്നപ്പോൾ കാവടി എടുത്തായിരുന്നു. പിന്നെ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ പഴനിയിൽ ഫോൺ അലൗഡ് അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ചേട്ടനൊക്കെ വന്നപ്പോൾ അവർക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ മുകളിലെത്തിയപ്പോൾ മിക്കവരും ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം എനിക്കത് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ ചിലവരുടെ ബാഗ് ചെക്ക് ചെയ്യും, ചിലവരുടെ ബാഗ് ചെക്ക് ചെയ്യില്ല. എൻ്റെ അമ്മയുടെയും ഇവിടുത്തെ അമ്മയുടെയും എൻ്റെ ഫോണൊക്കെ എൻ്റെ അമ്മയുടെ ബാഗിലുണ്ടായതുകൊണ്ട് ആരും ചെക്ക് ചെയ്തില്ല കേട്ടോ. അതേപ്പോൾ അവർ കുറച്ച് പേരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഫോണിൽ വെച്ച് വന്നവർ മണ്ടന്മാരായിട്ട് നമുക്ക് മുകളിലൊന്നും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാനിൽ മുകളിൽ ചെന്നപ്പോൾ തന്നെ കുരങ്ങന്മാർ നിൽക്കണോണ്ട് അവരുടെ പുറകെ പോവുക. നല്ല ഓട്ടവും ചാട്ടവും കളിയൊക്കെ ചെയ്തിട്ട് വലിയ വാശിയും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അവൾ നല്ലോണം കളിച്ചും ചിരിച്ചൊക്കെ തന്നെ നിന്നിട്ട് അവിടെ ഇങ്ങനെ ഓടി. വൈകുന്നേരം ആയതുകൊണ്ട് ആ ഒരു ചൂടില്ല. കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ കൂടെ നടക്കാനേ പറ്റില്ല, പൊട്ടണ വെയിലായിരിക്കില്ല.
ഞാനിപ്പോൾ സെക്ഷനായിട്ടാണ് ക്യൂ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 5 മണി 5:30 പക്ഷേ 5 മണി 5:30 സമയമായിട്ട്, പക്ഷേ 6:30ക്കാണ് നട തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട. അപ്പോൾ പുറത്ത് നല്ല മഴക്കാരെന്ന് വെച്ചാൽ നല്ല മഴക്കാർ, നല്ല കാറ്റും വീശുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക, ക്യൂ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഒരു തടവൊക്കെ ഉണ്ട്. എന്നിട്ട് വലിയ മുഷിച്ചില്ല അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പാറൂസ് ആണെങ്കിൽ അവിടെ കളിച്ചിടക്കുന്നുണ്ട്. അപ്പോൾ ഇതേ പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട് ഗൈസ്, നല്ല മഴ, നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് നമുക്ക് റിലാക്സ് ചെയ്ത് തൊഴാനൊക്കെ പറ്റിയായിരുന്നു. അത്യാവശ്യം സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു 6:30 ആയപ്പോഴേക്കും തൊഴുതിറങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും മല ഇറങ്ങിയാണ്. റോപ്പിലൊന്നുമല്ല കേട്ടോ. അപ്പോൾ അമ്മതേക്ക് അവിടെയും പിടിച്ചുകൊണ്ട് നടന്ന് പോകുന്നുണ്ട്. ഞാനപ്പോൾ ഇടയ്ക്ക് വീഡിയോസൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ പാറൂസും ഞാനും കൂടി നടക്കില്ല. വിഷ്ണുവേട്ടനടക്കം നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, മഴ പെയ്താക്കുന്നതുകൊണ്ട് ഇറങ്ങുമ്പോൾ ഇത്തിരി വഴുക്കൽ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഴനി അമ്പലത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല രസമുള്ള ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പാറൂസും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ എടുത്തു. ഇടയ്ക്ക് വിഷ്ണുവേട്ടനെടുത്ത് അങ്ങനെ തന്നെയായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ നേരത്തായാലും ഇപ്പം ഞങ്ങൾ ഇറങ്ങണ സമയം ഒരു 7 മണി 7:30 നേരമൊക്കെ ഉണ്ട്. അപ്പോൾ ആ നേരത്തും ആൾക്കാരിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. മല ഇങ്ങനെ ഇഷ്ടംമാതിരി ആൾക്കാരാണ്. സൺഡേ ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി എന്നിട്ട് പാർക്കിങ്ങിൻ്റെ ഏരിയത്തിൽ നമ്മൾ കാലത്ത് കൊണ്ടുവന്ന് പൂരിയും കടലക്കറിയും കഴിച്ചായിരുന്നു. പിന്നെ നമ്മളിതേ വീട്ടിലോട്ട് പോകട്ടെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഗൈസ്, ടാറ്റാ ബൈ ബൈ, സീ യു.